കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരു നടപടിയാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതൊരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നുള്ളതിനുപരി യാതൊരു പരിഹാരവും ഈ ഹർജിയിലൂടെ നേടിയെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയില്ല. ഇപ്പം നിലവിൽ നമ്മുടെ ഭരണഘടനയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് കേസ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെയും ലംഘനമാണ് നടത്തിയിട്ടുള്ളതെന്ന് പ്രസ്താവിച്ചിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത് 32 ആർട്ടിക്കിൾ മൗലികാവകാശങ്ങളുടെ ലംഘനം എന്നുള്ളതാണ്. അത് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് നോക്കുമ്പോൾ അത് ഈ മൗലികാവകാശങ്ങളുടെ ലംഘനത്തിന് പോകുമ്പോൾ ഇൻഡിവിജ്വലിന് വ്യക്തികൾക്കാണ് അതിനുള്ള അവകാശമുള്ളത്. അത് ഗവൺമെൻറ്റിന് മൗലികാവകാശത്തിൻ്റെ ലംഘനം അങ്ങനൊരു ലംഘനമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ യാതൊരു റെമഡിയും കിട്ടില്ല. ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നുള്ളതിനപ്പുറം യാതൊരു രീതിയിലും ഒരു പരിഹാരവും കിട്ടാത്ത ഒരു ഹർജിയുമായിട്ടാണ് കേരളം മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ പ്രസിഡൻറ്റിനെ നിർദ്ദേശം കൊടുക്കാൻ സുപ്രീം കോടതി അഭ്യർത്ഥിച്ചുകൊണ്ടൊരു കേസ് കൊടുത്താൽ എവിടെയാണ് സുപ്രീം കോടതി ഇന്ത്യൻ പ്രസിഡൻറ്റിനെ നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭരണഘടന അനുസരിച്ച് പ്രസിഡൻറ്റിൻ്റെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ വെച്ചുകൊണ്ട് സുപ്രീം കോടതിയോട് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ഒരു സംശയ നിവാരണത്തിന് വേണമെങ്കിൽ ഒരു അഡ്വൈസ് സുപ്രീം കോടതിയോട് ഇന്ത്യൻ പ്രസിഡൻറ്റിന് ചോദിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു അഡ്വൈസ് ഇന്ത്യൻ പ്രസിഡൻറ്റിന് തിരിച്ചു നൽകുകയും ചെയ്യാം. അത് വേണമോ വേണ്ടയോ എന്ന് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വരെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ഹർജിയുമായി പോയി ഇന്ത്യൻ പ്രസിഡന്റിനോട് ഇന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് റെമഡിയാണ്, എന്ത് കാര്യമാണ് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. അപമാനകരമായ നമ്മുടെ ജുഡീഷ്യറിക്കും ജനാധിപത്യ വ്യവസ്ഥയ്ക്കും നമ്മുടെ കേരളത്തിനും അപമാനകരമായൊരു നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്.